ബാപ്പു ബാപ്പു, ഈ നട്ടുച്ചയ്ക്ക് മൂപ്പര് നല്ല ഉറക്കാണല്ലോ. എണീപ്പിക്കാനൊരു വഴി ചെയ്യാം. ബാപ്പാ ബാപ്പാ, കൊറോണ കൊറോണ. ഞാനടാ നമുക്ക് കോണം കോണമെന്ന് പറയേ? ഉറങ്ങുന്ന ഒരു മനുഷ്യനെ വിളിച്ചിട്ട് കോണം കോണമെന്ന് പറഞ്ഞ് കളിയാക്കട്ടെ? ഞാനതൊന്നും ഇടല്ല. നിങ്ങളാരാ? എന്താ വേണ്ടിയേ? അത് ബാപ്പ കോണമല്ല, കൊറോണ. ഈ കൊറോണ ഉണ്ടല്ലോ, നമ്മുടെ ചൈനയിൽ നിന്നും ഇറ്റലിയിൽ നിന്നും ഒക്കെ ഇന്ത്യയിലേക്ക് പകർന്നുകൊണ്ടിരിക്കുക. അത് ഭയങ്കര രോഗമാണ്. അതിന് ഇന്ന് വരെ ഒരു മരുന്നും കണ്ടുപിടിച്ചിട്ടില്ല. ഈ രോഗത്തിന്റെ പ്രതിരോധ നടപടികൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ വന്നത്. എന്റെ കൂടെ ഉള്ളത് ഹെൽത്ത് ഇൻസ്പെക്ടർ റാത്തോഡ് സാറാണ്. അല്ല, ഉമ്മയല്ലേ ഇവിടെ? ഉമ്മയോ? ഇവിടുത്തെ കലക്ടർ കൊണ്ടാ പറയുന്നില്ലേ? ഓള് കെട്ടെന്ന് ഉറങ്ങിയ മുന്നേ ഞാൻ ഇപ്പം വിളിക്കാം. എന്നാലേ ഉമ്മനെ പെട്ടെന്ന് വിളിക്കും. അള്ളാന്റെ മനുഷ്യ, പശു അലർന്ന പോലെ എടിയോ എടിയോ നിങ്ങളെ വിളിക്കുന്നത് എന്തിനാ? മനുഷ്യ, എനിക്ക് കാലുവേദന, എന്നെ ഒന്ന് മര്യാദക്ക് കിടന്നുറങ്ങാൻ സമ്മതിച്ചങ്ങളെ. എടി, അന്നെ കാണാൻ ഇവലൊക്കെ വന്നിരിക്കുന്നേ, മനസ്സിലായോ? അല്ല, ഇതാര് പഞ്ചായത്ത് മെമ്പർ സുഗുണനോ? അല്ല, എനിക്ക് ഇങ്ങോട്ടുള്ള വഴിയൊക്കെ അറിയോ മോനെ? അന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പിന്നെ ഇന്നാണല്ലോ കാണുന്നത്. അല്ല, പിന്നെ എന്താ വിശേഷം? ഇതാരാ എന്റെ കൂടെ അല്ലേ? ആ ഉമ്മ, ഇതേ ഹെൽത്ത് ഇൻസ്പെക്ടർ റാത്തോഡ് സാറാണ്. നമ്മള് റാന്തലൊന്നും നത്തോലിന്നൊക്കെ കേട്ടിക്കണ്. ഇതെന്ത് പേരാണിത്? അതെ ഉമ്മ, ഞങ്ങള് ഈ കൊറോണയുടെ പ്രതിരോധ നടപടികൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി വന്നതാണ്. അല്ല ഉമ്മ, നിങ്ങൾ ഈ കൊറോണ കേരളത്തിലെത്തി അറിഞ്ഞില്ലേ? ഇതൊരു മാരക രോഗമാണ്, പെട്ടെന്ന് മറ്റുള്ള ആളുകളിലേക്ക് പകരുന്നത്. 95-85 ഒക്കെ കഴിഞ്ഞ ഞമ്മക്ക് കൊറോണ വന്നാലെന്ത്, വന്നിക്കില്ലെങ്കിൽ എന്ത്? അല്ല ഉമ്മ, അങ്ങനല്ല. നമ്മൾ രോഗം വരാതിരിക്കാൻ ചില നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. അതിനായി പരിസര ശുചിത്വം, ജനങ്ങളുമായി കൂട്ടുകൂടുന്നത് ഒഴിവാക്കുകയും ഇടയ്ക്കിടെ സോപ്പ് കൊണ്ട് കൈ കഴുകുകയും ചെയ്യണം. ഇനി വല്ല പനിയോ ചുമയോ ഉണ്ടാവുകയാണെങ്കിൽ ഉടനെ തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി കാണിക്കണം. അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ഒരു പ്രൊട്ടക്ഷൻ സ്വീകരിക്കുന്നത്. നമുക്കെല്ലാവർക്കും ഈ മാരക രോഗത്തെ തടയണം. അതിന് എല്ലാവരും ഒന്നിച്ചു നിൽക്കണം, ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. അല്ല, നമ്മളെ മാത്തോട് റാട് അല്ല റാത്തോട് സാറ് പറഞ്ഞു കേട്ടില്ലേ? ശരിയാ, നമുക്ക് ഈ കൊറോണനെ പ്രതിരോധിക്കാനായിട്ട് മുന്നിട്ടിറങ്ങണോ? അങ്ങനെ നമുക്ക് ഈ മഹാവിപത്തിന് നമ്മളെ നാട്ടിൽ നിന്ന് കെട്ടും കെട്ട് എടുപ്പിക്കണോ? ഇങ്ങനത്തെ സൂക്കേടൊക്കെ വരുമ്പോ എല്ലാരും ഐക്യത്തോടെ നിൽക്കുക.